ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കാന്ത രണ്ടാം വാരത്തിലും ഗംഭീര വിജയം നേടി മുന്നേറുകയാണ്. നവംബർ 14 തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം കേരളത്തിൽ നിന്നടക്കം മികച്ച കളക്ഷനാണ് നേടുന്നത്. സിനിമ വൈകാതെ 100 കോടി ക്ലബിലേക്ക് എത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. നവംബർ 14 ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച കാന്ത തിയേറ്ററുകളിലേക്ക് എത്തിയത്. രണ്ടാം വാരത്തിലേക്ക് കടന്ന ചിത്രം ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ്, റാണ ദഗുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ആദ്യ ദിനം 10.5 കോടി രൂപയാണ് ആഗോള ഗ്രോസ് കളക്ഷനായി നേടിയത്. ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗുകളിൽ ഒന്ന് തന്നെയാണ് കാന്ത സ്വന്തമാക്കിയത്. ചിത്രം പുറത്തിറങ്ങി 9ാം ദിവസമായ നവംബർ 23 മാത്രം 1.4 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് നേടിയത്. നവംബർ 24 മാത്രം 1.53 കോടിക്കകം കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കണക്കുകൾ പ്രകാരം 24.06 കോടി രൂപയാണ് ചിത്രം ഇതുവരെ ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കിയത്. ആഗോളതലത്തിൽ നിന്ന് 40.35 കോടി രൂപയിലധികം നേടാനും ചിത്രത്തിന് സാധിച്ചു. അതിനിടെ തിയേറ്റർ പ്രദർശനത്തിന് ശേഷം 2025 ഡിസംബർ പകുതിയോടെ ചിത്രം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ. നെറ്റ്ഫ്ലിക്സിലൂടെയാവും ചിത്രം OTTയിലേക്ക് എത്തുക. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. അതേസമയം മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുൽഖറിന്റേത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. സിനിമയിലൂടെ ദുൽഖറിന് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കുറിക്കുന്നവരുണ്ട്. ജെയ്ക്സ് ബിജോയുടെ സംഗീതത്തിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. സമുദ്രകനി, ഭാഗ്യശ്രീ ബോർസെ, റാണ ദഗുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ദുൽഖർ സൽമാൻ, ജോം വർഗീസ്, റാണ ദഗുപതി, പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. പ്രണയം, ഈഗോ, കല, വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. 1950 കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത്. ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത. തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഡാനി സാഞ്ചസ് ലോപ്പസ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് ജാനു ചന്ദറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.